കേൾക്കാം. ഒന്ന് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാം മാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ശരി, ഓക്കെ, കേൾക്കാമല്ലോ? എന്നെ കേൾക്കാമല്ലോ? കേൾക്കാം. കേൾക്കാം മാഡം. ഹാപ്പി മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഹാപ്പി മോർണിംഗ്. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്താന്ന് എല്ലാരും ഒന്ന് പറയാമോ? ഇന്നത്തെ ടോപ്പിക് എന്തുവാ? ഹലോ, ബൈ യുവർ സൈഡ് അതല്ലേ മാം? ബൈ യുവർ സൈഡ്. അപ്പോൾ ബൈ യുവർ സൈഡ് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബൈ യുവർ സൈഡ് എന്തായിരിക്കാം ഒന്ന് അനുമാനിക്കുവോ? നമ്മളുടെ ഭാഗം എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കുക എന്നായിരിക്കും. അടുത്ത വേറെ ഒന്ന് രണ്ടുപേരൂടെ പറയുവോ? നമ്മുടെ ഭാഗത്ത് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ എന്താണ് ഒരു പാർട്ട്ണറോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട്, ഒരു സുഹൃത്തോട്, അങ്ങനെ ഓരോ. ശരി, ഓക്കെ. ജീവിതത്തിൽ നമ്മുടെ പാർട്ട് എന്താണ്? ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു ഫോർ യുവർ റെസ്പോൺസസ്. ഓക്കെ, ഞാനൊരു കഥ പറയാം. ഒരു ദിവസം ഒരു യുവാവ് തന്റെ അച്ഛന്റെ കൂടെ, ഒരു 75-80 വയസ്സുള്ള ഒരു അച്ഛന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. അപ്പൊ ഈ ഭക്ഷണം കഴിക്കുന്നതിനിടെ അച്ഛന്റെ കൈയൊക്കെ ഒന്ന് വിറച്ചു, കുറച്ച് ഭക്ഷണമൊക്കെ താഴെ പോയി, അത് വസ്ത്രത്തിൽ വീണു, മേശയിൽ വീണു. അപ്പം ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും മകന് വളരെ ഒരു അസ്വസ്ഥനായിട്ട് അദ്ദേഹം ഭക്ഷണം കഴിഞ്ഞ ശേഷം അച്ഛനോട് പറഞ്ഞു, അച്ഛാ, നിങ്ങൾക്ക് ഇനി ശ്രദ്ധയോടെ വേണം നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ, നിങ്ങൾക്ക് ശരിക്കും ഭക്ഷണം കഴിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് ഈ മകൻ അച്ഛനോട് പറയുവാണ്. അപ്പൻ അച്ഛൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ ആ സമയത്ത് ഈ അച്ഛൻ തന്റെ കയ്യിലെ ഒരു പഴയ വാച്ച് നോക്കിയിട്ട് ഒരു ചെറിയ പുഞ്ചിരി മാത്രം മകന്റെ മുഖത്ത് കൊടുത്തു. ഒരു ചിരി മാത്രമേ നടത്തിയുള്ളൂ. അടുത്തേക്ക് ഓടി വന്നിട്ട് ചോദിച്ചു, മുത്തച്ഛ, ഈ വാച്ച് എന്തിനാണ് നിങ്ങൾ ഇത്രയും ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചു. മുത്തച്ഛനോട് ചോദിച്ചു, വാച്ച് എന്തിനാണ് ഇത്രയും ഇഷ്ടപ്പെടുന്നത്? അപ്പം മുത്തച്ഛൻ അതിന് ശാന്തമായിട്ട് ഒരു മറുപടി കൊടുക്കുകയാണ്, ഈ വാച്ച് ഞാൻ നിന്റെ അച്ഛന് ആദ്യ ശമ്പളം കിട്ടിയപ്പോൾ വാങ്ങിക്കൊടുത്തതാണ്. ഇന്നും അത് സമയം കാണിക്കുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഏറ്റവും ആവശ്യമുള്ളത് സമയം കാണിക്കുന്ന വാച്ചല്ല, എന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുന്ന എന്റെ മകനെയാണ് എനിക്ക് ആവശ്യം എന്നാണ് ആ മുത്തച്ഛൻ ആ കൊച്ചുമോന് കൊടുത്ത മറുപടി. അപ്പോൾ ഈ വാക്ക് കേട്ടപ്പോഴത്തേക്കും മകന്റെ കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞിട്ട് അദ്ദേഹം കൂടുതൽ സമയം തന്റെ അച്ഛനോടൊപ്പം ചെലവഴിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറി അച്ഛന്റെ ഈ സംസാരത്തോടു കൂടി അദ്ദേഹം കൂടുതൽ അച്ഛനുമായിട്ട് അടുക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ശരിക്കും ബൈ യുവർ സൈഡ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ പ്രായമായിട്ടുള്ള മാതാപിതാക്കളാകാം, അല്ലാത്ത ആൾക്കാരാകാം, എങ്കിലും നമ്മൾ കൂടുതലും നമ്മുടെ മാതാപിതാക്കളാണല്ലോ വീട്ടിൽ സംരക്ഷിക്കുന്നത്. അപ്പം അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് ശരിക്കും ഒരു പണമോ കാര്യങ്ങളോ ഒന്നും അല്ല നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ സമയവും സ്നേഹവും കൊടുത്ത് കരുതലോടെ അവരെ നോക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ായിട്ടുള്ള കുറച്ച് പോയിന്റ്സിലേക്ക് ഒന്ന് കടന്നു പോകാം. തീർച്ചയായിട്ടും നമുക്കറിയാം, പ്രായമാകുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ വാർദ്ധക്യം എന്ന് പറയുന്നത് ശരിക്കും ഒരു രോഗമൊന്നും അല്ലല്ലോ. നമ്മുടെ ജീവിതത്തിന്റെ വളരെ വേണ്ടപ്പെട്ട അനുഗ്രഹീതമായ ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് ഞാൻ മെയിനായിട്ട് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുക, അവരുടെ മാനസിക ആവശ്യങ്ങൾ ഒന്ന് തിരിച്ചറിയുക, നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് എങ്ങനെ സന്തോഷകരമായ ഒരു വാർദ്ധക്യം സാധ്യമാകും എന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്കറിയാം, നമുക്ക് നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ പ്രായമാകുമ്പോഴത്തേക്കും
മെയിനായിട്ട് നമുക്ക് എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു കുറച്ച് പ്രായം കഴിയുമ്പോഴത്തേക്കും നമ്മൾ കണ്ണട വെക്കുന്നു. കാരണം നമ്മുടെ കണ്ണിന് മങ്ങലായി, അല്ലെങ്കിൽ നമ്മൾ ഏജ് ആകുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ശരിക്കും നമുക്ക് അത്. നമ്മളെ മുട്ടുവേദന, നടുവേദന, അങ്ങനെ അസ്ഥികളൊക്കെ ദുർബലമാകുന്നു, പിന്നെ മറ്റുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പം ഇതൊക്കെ നമ്മുടെ പ്രായമായവരിലാണെങ്കിൽ ശരിക്കും കാഴ്ച കുറയുന്നുണ്ട്, കേൾവി കുറയുന്നുണ്ട്, അവരുടെ നടക്കാൻ ബുദ്ധിമുട്ട്, നമ്മൾ വടി യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഷുഗറോ പ്രഷറോ അതുപോലെ തന്നെ ഡയബറ്റിക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി മാനസികമായിട്ടുള്ള അവരുടെ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ചെറുപ്പത്തിലെ പോലെയല്ല, ശരിക്കും അവർക്ക് മറവി കൂടുതലാകും. അവർ കുറച്ചുകൂടെ ഒന്ന് ഏകാന്തതയോടെയൊക്കെ ഇരിക്കുന്നത് കാണാം നമുക്ക്. പിന്നെ ചിലപ്പം ചിലരില് ഭയങ്കര ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ ആൻഷ്യസ് ആയിട്ട് അവരിയ്ക്കും. ചിലരിലാണെങ്കിൽ ഒന്ന് സംസാരിക്കാനും ഒന്നും ആള് കൂടെ ഇല്ല, മക്കള് കൂടെ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ശരിക്കും അവരൊരു വിഷാദത്തിലേക്ക് പോകാനുള്ള സാധ്യതയും ധാരാളമുണ്ട്. അപ്പം ശരിക്കും അവരുടെ മാനസിക ആരോഗ്യത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, അവർക്ക് ആ ജീവിതത്തിൽ ഒരു സംതൃപ്തി ലഭിക്കുന്നതിന് വേണ്ടി അവരുടെ ആ രോഗങ്ങള് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി, അല്ലെങ്കിൽ ഒരു കുറച്ച് പ്രതിരോധ ശേഷിയൊക്കെ നമുക്ക് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ആങ്ഷ്യസ് ആയാൽ അവർക്ക് നല്ല ഉറക്കമൊന്നും കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ തന്നെ പ്രായമാകുമ്പോൾ നമുക്ക് ഉറക്കം കുറയും എന്ന് പറയും. അപ്പൊ ഒരു നല്ല ഉറക്കമൊക്കെ ലഭിക്കുന്നതിനും, നമ്മള് അച്ഛനും മക്കളും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആ നല്ല ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും, അങ്ങനെ നമ്മുടെ ജീവിത നിലവാരം ഉയർത്തി നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി കുടുംബത്തിൽ ജീവിക്കുന്നതിനും ഒക്കെ വേണ്ടി ശരിക്കും നമുക്ക് സത്യം പറഞ്ഞാല് നമ്മൾ ഈ പ്രായമായവരെ നമ്മൾ കൺസിഡർ ചെയ്യുകയും അവരുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യണം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ട് പ്രായമായവരുണ്ട്. നമ്മള് എങ്ങനെയാണ് അവരെ നോക്കുന്നത്, ട്രീറ്റ് ചെയ്തെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മാനസികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, എന്തായിരിക്കും പ്രായമായവരുടെ മാനസികമായിട്ടുള്ള ആവശ്യങ്ങൾ ഒന്ന് പറയാമോ? നമ്മുടെ പേരൻസിന്റെ ആവശ്യങ്ങൾ ഒന്ന് പറഞ്ഞു, എന്തായിരിക്കും? എന്നെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം മേഡം. പറയുമോ? ഒന്ന് പറഞ്ഞേ. നമ്മുടെ പേരൻസിന്റെ, പ്രായമായവരുടെ, നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ പേരൻസിന്റെ നമ്മുടെ അവരിൽ മുതിർന്ന പേരൻസ് ഒക്കെ കാണുമല്ലോ. അവരോട് എപ്പോഴും സംസാരിച്ചിരിക്കാൻ പറഞ്ഞോ മാം. ഒരാൾ വേണം. അവരുടെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഒരാൾ ഓക്കേ. വേണം. അതാണ് ഏറ്റവും കൂടുതലായിട്ട്, ഏറ്റവും കൂടുതൽ സന്തോഷം നൽകണ അവർക്ക് അതാണ്. പിന്നെ അവർക്ക് ആവശ്യമുള്ള മരുന്നുകളും ആഹാരവും എല്ലാം കിട്ടണം, അത്രേ ഉള്ളൂ. എല്ലാം കിട്ടണം, ശരിയാണ്. നമ്മൾ സ്നേഹം കൊടുക്കണം അല്ലേ? സ്നേഹം കൊടുക്കുവാണെങ്കിൽ ഒത്തിരി ഇഷ്ടമല്ലേ? അടുത്ത് പോയി ഇരിക്കുകയും ഒന്ന് തലോടുകയും ഒന്ന് പിടിക്കുകയും നമ്മൾ മുഖത്തൊന്ന് തടവിയൊക്കെ കൊടുത്താൽ, അല്ലെങ്കിൽ കാലൊക്കെ അവരുടെ ഒന്ന് പിടിച്ചൊക്കെ ഒന്ന് കൊടുത്ത് ഒന്ന് തിരുമിയൊക്കെ കൊടുത്താൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും. നമുക്ക് സ്നേഹം കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. അവരെന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അവരെ ശ്രദ്ധയോടെ കേൾക്കണം. പിന്നെ അവരുടെ സേഫ്റ്റി നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ അവരെ അംഗീകരിക്കുകയും ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ അവരുടെ മാനസിക ആവശ്യങ്ങൾ നമുക്ക് കുറച്ചൊക്കെ നേടിയെടുത്ത് കൊടുക്കാൻ സാധിക്കും. ഇനി ഇപ്പം സാധാരണ പല കുടുംബങ്ങളിലും, ഞങ്ങളുടെ ഇവിടെയൊക്കെ എവിടെ എന്ന് പറഞ്ഞാല് മിക്കവാറും മക്കളൊക്കെ പുറത്തായിരിക്കും. പേരൻസ് അത് ചിലപ്പോൾ ഒരു പേരന്റേ കാണുള്ളൂ. പിന്നെ വേറെ ആരെങ്കിലും ആളെയൊക്കെ വെച്ചായിരിക്കും ജസ്റ്റ് നൈറ്റിനൊന്ന് കൂട്ടൊക്കെ കിടത്തുന്നത്. അപ്പം ഇവര് കൂടുതലും ലോൺലിനെസ് അല്ലെങ്കിൽ ഒരു ഏകാന്തത അനുഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല്, മക്കൾ അകലെയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം പങ്കാളി ഒരാളെ ഉണ്ടായിരിക്കത്തുള്ളൂ. പിന്നെ ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ജോലിയിൽ നിന്നൊക്കെയുള്ള വിരമിക്കലും ഉണ്ട്. പിന്നെ സുഹൃത്തുക്കളൊന്നും അധികം ഇല്ല എങ്കിലൊക്കെയാണ് ഇവർക്ക് ഏകാന്തത ഉണ്ടാവുന്നത്. അപ്പം ശരിക്കും ഇവര് ഏകാന്തതയോട് കൂടി ചിലപ്പം ഒരു വിഷാദത്തിലേക്കൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ശരിക്കും ഇവര് സംസാരിക്കാൻ കൂട്ടാക്കത്തില്ല, ഇവര് സംസാരിക്കാതിരിക്കും, ലോൺലിനെസ് കൂടുതലും ഇഷ്ടപ്പെടും, ഉറങ്ങത്തില്ല, അവര് ഭക്ഷണം കഴിക്കാൻ കൊടുത്താൽ ഭക്ഷണം കഴിക്കത്തില്ല, എപ്പോഴും മുഖം ഒരു സാഡ് ലുക്കിലായിരിക്കും, ചിലപ്പം കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ പൊഴിയുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ആങ്ഷ്യസ് ആയിരിക്കും. നമ്മളെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് പ്രിപ്പയർഡ് അല്ലെങ്കിൽ ഇവര് ഈ ആരോഗ്യത്തെ കുറിച്ച് ഓർത്തുള്ള ഒരു ഭയം, അല്ലെങ്കിൽ മരണത്തെ കുറിച്ചുള്ള ഒരു ഭയം, സാമ്പത്തികമായിട്ടുള്ള ഒരു ആശങ്ക,
പിന്നെ ചിലർക്ക് കുടുംബത്തെ കുറിച്ചുള്ള ആശങ്ക, ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടും അവർക്കൊരു ആങ്സൈറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മളിപ്പം എപ്പോഴും കാണുന്നതാണ് എന്താ, എപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലെ, പ്രായമായവരിലാ അല്ലെങ്കിൽ അച്ഛന് ഡിമെൻഷ്യ ആണ് അല്ലെങ്കിൽ അൽഷിമേഴ്സ് ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം സത്യം പറഞ്ഞാല് ഈ അൽഷിമേഴ്സ് ഒക്കെ വരുന്നതിന്റെ ഒരു ലക്ഷണം ചിലർക്ക് അറിയാം, അല്ലെങ്കിൽ ചിലർക്ക് അത് അറിയത്തില്ല. അപ്പം അതിന്റെ ഒരു മുന്നറിയിപ്പായിട്ടുള്ള ഒരു കുറച്ച് ലക്ഷണങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് പറയാം. നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരൊക്കെ ചിലരിൽ നമുക്ക് കാണപ്പെടുന്നതാണ്. അവർ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് നല്ല ആൻസർ കൊടുത്താൽ പോലും കൂടെ ഒരേ ചോദ്യം തന്നെ പലവട്ടം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. കാരണം അവരുടെ അത് ഓർമ്മയിൽ നിൽക്കുന്നില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് നടക്കാനൊക്കെ പോവുകയാണെങ്കിൽ അവരൊന്നും വഴി തെറ്റിപ്പോയിട്ട് തിരിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരാൻ അവർക്ക് അറിയില്ലായിരിക്കും. നമ്മളെ കാണുമ്പോൾ നമ്മുടെ പേര് മറന്നു പോകും. പിന്നെ കയ്യിൽ സാധനങ്ങളൊക്കെ മിക്കവാറും അവരുടെ കയ്യിൽ നിന്ന് മിസ്സാകുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് അവർക്കത് ഓർമ്മയില്ലാതെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മളിപ്പം വിചാരിക്കും എനിക്ക് ഡിമെൻഷ്യയുടെ സമയമായോ അല്ലെങ്കിൽ എനിക്ക് ഈ അൽഷിമേഴ്സ് ഉണ്ടോ ഡിമെൻഷ്യ ഉണ്ടോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നാനൊരു സാധ്യതയുണ്ട്. അപ്പം അത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ഡിമെൻഷ്യ ആണോ എന്ന് നമ്മൾ ചിലപ്പം തമാശക്ക് പോലും കൂടെ സംസാരിക്കാറുണ്ടായിരിക്കും. നമ്മള് ഒരു സാധനം എവിടെയെങ്കിലും വെച്ചിട്ട് ആ സാധനം എവിടെയാണ് വെച്ചതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പതുക്കെ ചിന്തിച്ചെടുത്ത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡിമെൻഷ്യ ഇല്ല. കേട്ടോ, നമ്മളൊരു സാധനം വെച്ചിട്ട് എവിടെയെങ്കിലും അലക്ഷ്യമായിട്ട് കൊണ്ടേ വെച്ച് കാണും. എന്നിട്ട് പിന്നെ അത് കണ്ടില്ല, അയ്യോ എനിക്ക് ഭയങ്കര മറവിയാണ്, എനിക്ക് മറവി രോഗമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കത് തിരിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡിമെൻഷ്യ ബാധിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ ഇവയൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞ ആങ്സൈറ്റി ഉണ്ടാവാം, ഡിമെൻഷ്യ ഉണ്ടാവാം, ലോൺലിനെസ് ഉണ്ടാവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ റോൾ എന്താണ്? മക്കളെന്നുള്ള നിലയ്ക്ക് നമ്മുടെ റോൾ എന്താണ്? നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ അവരോട് ദിവസവും ഒരു അല്പസമയം, ഒരു 5 മിനിറ്റ് എങ്കിലും, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, 10 മിനിറ്റ് ഒന്നും ഇപ്പോഴത്തെ കാലത്ത് കിട്ടത്തില്ല അല്ലെ, ഒരു 5 മിനിറ്റ് എങ്കിലും നമുക്കൊന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവര് പറയുന്നത് നമ്മൾ സ്നേഹത്തോടെ ഒന്ന് കേൾക്കാനുള്ള ചെവി കൊടുക്കുക. ഇനി ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണെങ്കിലും അവരോടും കൂടെ ഒന്ന് ചോദിച്ചാൽ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവരെയും കൂടെ ഉൾപ്പെടുത്തി എന്നുള്ള ഒരു ബോണ്ടിങ് അവിടെ ഉണ്ടാവും. പിന്നെ അവരെന്തെങ്കിലും പേരൻസ് എന്തെങ്കിലും പറഞ്ഞാൽ, പ്രായമായവരെന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ നമ്മൾ അവരെ കൂടുതൽ വിമർശിക്കാനൊന്നും പോകാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സന്തോഷത്തോടു കൂടിയൊക്കെ നമുക്ക് പോകാൻ സാധിക്കും. സംസാരിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മള് സംസാരം അവരുടെ കണ്ണിൽ നോക്കി നമ്മൾ സംസാരിക്കണം. പിന്നെ നമ്മൾ വ്യക്തമായിട്ട് സംസാരിക്കണം. ക്ഷമയോടുകൂടി നമുക്ക് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. പിന്നെ അച്ഛനാണ്, അമ്മയാണ്, അല്ലെങ്കിൽ കിടക്കുവാണെങ്കിൽ പോലും കൂടെ ആ പേരൻസ് ആണെന്നുള്ള ആ ഒരു ബഹുമാനത്തോടു കൂടി തന്നെ നമ്മൾ പെരുമാറുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അവരുമായിട്ടുള്ള ബോണ്ടിങ് നിലനിർത്താൻ സാധിക്കും. പിന്നെ ഈ പേരൻസിന്റെ അല്ലെങ്കിൽ പ്രായമായവരുടെ നമ്മുടെ ഹെൽത്ത് എങ്ങനെ നമ്മൾ നോക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലെയൊന്നും അവർ കഴിക്കണമെന്നില്ല. എങ്കിലും നമുക്ക് കഴിവതും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കൊടുക്കുക. അവരുടെ കയ്യെ പിടിച്ച് നമ്മളൊന്ന് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ അവരെ കയ്യെ പിടിച്ചൊന്ന് നടത്തുക. ഇനി യോഗയൊക്കെ ചെറിയ രീതിയിലാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന പേരൻസ് ആണെങ്കിൽ നമ്മൾ അവരെ അങ്ങനെ ചെയ്യുക. അവർക്ക് മരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കൊടുക്കുക. അവരുടെ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ റെഗുലർ ആയിട്ട് നമ്മൾ കൊണ്ടുപോവുക. ഒരു പ്രായമായവരല്ലേ, അല്ലെ കുറച്ച് കഴിയട്ടെ, അല്ലെ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് കൊണ്ടുപോകാം എന്ന് വെക്കാതെ അവർക്കുള്ള സ്ഥാനം നമ്മുടെ മനസ്സിൽ കൊടുത്തുകൊണ്ട് ചെയ്തു കൊടുക്കുക. പിന്നെ ചില മക്കളാണെങ്കിൽ എല്ലാം ചെയ്തു കൊടുക്കും, പക്ഷെ അവരെ ഒന്ന് കേൾക്കാനോ അവരുടെ അടുത്തിരിക്കാനോ അവരോടൊന്ന് സംസാരിക്കാനോ ഒന്നും ചിലപ്പോൾ സമയം കിട്ടത്തില്ല. പക്ഷേ പേരൻസ് ശരിക്കും ആഗ്രഹിക്കുന്നത് നമ്മളൊരു 2 മിനിറ്റ്, ഒരു 5 മിനിറ്റ് എങ്കിലും അവരുടെ അടുത്തിരിക്കുകയും ഒക്കെ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതിനാണ് കൂടുതലും അവരാഗ്രഹിക്കുന്നത്. ഇനി ഇവരുടെ മാനസികാരോഗ്യം അവരുടെ എന്നുള്ളതല്ല, പേരൻസിന്റെ എന്നുള്ളതല്ല, അല്ലെങ്കിൽ പ്രായമായവരുടെ എന്നുള്ളതല്ല, നമ്മുടെ ആണെങ്കിലും മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് പുസ്തകങ്ങൾ കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പം ഫോണിലൊക്കെ ഉണ്ടല്ലോ, ഓഡിയോ ബുക്സ് ഒക്കെ ഉണ്ട്. പിന്നെ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പാട്ട് കേൾക്കാം. പിന്നെ മിക്കവാറും പ്രായമായവർ പ്രാർത്ഥനയിലും ധ്യാനത്തിലും അങ്ങനെയൊക്കെ ആയിരിക്കും അവർ കൂടുതലും സമയം ചെലവഴിക്കുന്നത്.
പിന്നെ ഇവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഓർമ്മക്കുറവ് തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് പറഞ്ഞല്ലോ. അപ്പം ചെറിയ ചെറിയ ഈ വായനയും പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പങ്കിടുകയും എന്തെങ്കിലുമൊക്കെ ചെറിയ പുതിയ കാര്യങ്ങൾ അവരെ ഒന്ന് കാണിച്ചു കൊടുക്കുകയോ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുക. പിന്നെ ഈ പേപ്പറിനകത്തും അല്ലെ നമ്മുടെ ബാലരമ അതിലൊക്കെ വരുന്ന സുഡോക്കോ അല്ലെങ്കിൽ ക്രോസ് വേർഡ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാണെങ്കിൽ അവരുടെ ഓർമ്മശക്തി കൂടുകയും അതുപോലെ തന്നെ ഈ ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷിമേഴ്സ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കുറയും എന്നാണ് ഗവേഷണങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്. ഇനി അവരുടെ കാര്യമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതേസമയം ഇവരെ നമുക്കിത് പറയാൻ എളുപ്പമാണെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ പേരൻസിനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രായമായവരെ നമ്മുടെ വീട്ടിൽ നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഗതികളെല്ലാം ചെയ്യാൻ പറ്റുമോ എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം. കാരണം നൂറുകൂട്ടം കാര്യങ്ങളുടെ ഇടയ്ക്കൂടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. അപ്പം എങ്കിൽ പോലും നമ്മൾ ഒരു ടൈം അവർക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. ഇപ്പം ഭർത്താവിന്റെ അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ തന്നെ അവർക്കും നമ്മൾ ഒരു ഭാഗം മാറ്റിവെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് നന്നായിട്ട് സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ കെയർ കൊടുക്കുമ്പോൾ ചില കുടുംബങ്ങളിൽ കാണാം നമ്മൾ പറയുന്ന ഒരു വർഷമായിട്ട് കിടക്കുവാണ്, അല്ലെങ്കിൽ ഒരു വർഷമായിട്ട് ബെഡ് റിഡൺ ആണ്, അല്ലെങ്കിൽ 2 വർഷമായിട്ട് ബെഡ് റിഡൺ ആണ്, അതിൽ കൂടുതൽ വർഷങ്ങളും ബെഡ് റിഡൺ ആണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പം നമ്മൾ ഈ കെയർ കൊടുക്കുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ശരിക്കും ഈ കെയർ ഗീവറിനും ശരിക്കും ഒരു വിശ്രമമൊക്കെ ആവശ്യമാണ്. കാരണം അവരുടെ ശരീരം ശോഷിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പം ഈ കെയർ കൊടുക്കുന്നയാളും അവരുടെ സെൽഫ് കെയർ കൊണ്ട് നോക്കണം. അവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കണം. അതുപോലെ തന്നെ റിലാക്സേഷനും ഒക്കെ കൊടുക്കണം. ചില കുടുംബങ്ങളിലൊക്കെ മക്കള് കുറച്ചു പേരുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇന്നയാളുടെ കൂടെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇളയ മക്കളുടെ കൂടെയാണ് നിൽക്കുന്നത്, അവരാണ് നോക്കേണ്ടത് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മാറ്റി വെച്ചിട്ട് നമ്മള് 2, 3, 4 മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ വന്ന് പറ്റുവാണെങ്കിൽ നമുക്ക് അവരുടെ ഒന്ന് റിലാക്സേഷൻ കൊടുക്കാനൊക്കെ സഹായിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് അതൊരു ഭയങ്കര ഗുണമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്ക് ചെറുതായിട്ട് ചില റിലാക്സേഷൻ എക്സർസൈസും കാര്യങ്ങളും ഒക്കെ അവർക്ക് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. ചില കുടുംബത്തില് ഞാൻ ഇവിടെയൊക്കെ കേട്ടിട്ടുള്ളതാണ്, ഈവൻ ഒരു ആകാശം അല്ലെങ്കിൽ ഒരു ചെടിയോ മരവോ ഒക്കെ തന്നെ പേരൻസ് കണ്ടിട്ട് വർഷങ്ങളായിട്ടുള്ള പേരൻസ് ഒക്കെ ഉണ്ട്, മുറിക്കകത്തൊക്കെ ഇട്ട് സേഫ്റ്റി നോക്കി ചിലപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ കഴിയല്ലാഞ്ഞിട്ടോ എന്താണെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ കഥകൾ കേൾക്കാം. അപ്പം ശരിക്കും ഇങ്ങനെയുള്ള ഒരു ബെഡ് റിഡൺ പേഷ്യന്റ് ആൾക്കാർ നമ്മുടെ കുടുംബത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ആകാശം കാണാൻ പറ്റത്തക്ക രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ മുറ്റം കാണാൻ പറ്റത്തക്ക രീതിയിൽ നമ്മുടെ മരങ്ങൾ കാണാൻ പറ്റത്തക്ക രീതിയിൽ അവരെ ഒന്ന് കിടത്തുകയോ അല്ലെങ്കിൽ ഒരു അല്പസമയം ഇരുത്താൻ പറ്റുന്നവരാണെങ്കിൽ മുറിയിൽ തന്നെ ഒന്ന് ഇരുത്തുകയോ ചെയ്താൽ തന്നെ അവരുടെ മനസ്സിന് ഭയങ്കരമായിട്ട് ഒരു കുളിർമയും സന്തോഷവും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും നമ്മള് അവർക്ക് വേണ്ട സ്നേഹം കൊടുക്കണം, ബഹുമാനം കൊടുക്കണം. നമ്മൾ ക്ഷമയോടുകൂടി തന്നെ വേണം അവരെ നോക്കാൻ. നമുക്കൊരു സഹാനുഭൂതി ഉണ്ടായിരിക്കണം. മക്കള് നോക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് കുടുംബത്തിന്റെ പിന്തുണയുണ്ട്, എന്നെ മക്കള് കാര്യമായിട്ട് നോക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഫീല് അവരുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഹാർട്ട് ഫുള്ളായിരിക്കും. അവർക്ക് വേറുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് ബുദ്ധിമുട്ടുകൾ. എത്ര നമ്മൾ കെയർ കൊടുത്തെന്ന് പറഞ്ഞാലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. എങ്കിലും ഒട്ടും കെയർ കൊടുക്കാതെ അല്ലെങ്കിൽ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോയാൽ അത് കൂടുതൽ അവരെ ഹർട്ട് ചെയ്യത്തേ ഉള്ളൂ. അതുണ്ടാവാത്ത രീതിയിൽ കെയർ കൊടുക്കാൻ നമ്മൾ കൂടുതലായിട്ടും ശ്രമിക്കണം. ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് ജസ്റ്റ് പറയാൻ ശ്രമിച്ചിരുന്നത്. പിന്നെ പ്രായമായിട്ടുള്ള മനുഷ്യര് അവരുടെ ഒരു കെയറിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മളിപ്പം രാവിലെ നമ്മള് മക്കള് ഈ പേരൻസിന്റെ അടുത്ത് നമ്മൾ ചെന്ന് നമ്മൾ ചിലപ്പം ചൂടുവെള്ളമോ ചായയൊക്കെ മാം വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് ട്ടാ ശില മാം.
ഷില മാം. കുറച്ച് ടൈം കഴിഞ്ഞിട്ടായിരിക്കും ഒക്കെ ഒന്ന് തടവി അല്ലെങ്കിൽ കൈയൊക്കെ ഒന്ന് കേൾക്കാമോ? ഹലോ, ഇപ്പൊ കേൾക്കാം. ഇപ്പൊ കേൾക്കാം ഹലോ. മാം. നേരത്തെ ഇപ്പൊ വോയിസ് കേൾക്കാം. ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ അപ്പം കേൾക്കാം. പ്രായമായ ഇപ്പൊ കേൾക്കാം. പ്രായമായവര് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ മുഖത്തൊക്കെ നെറ്റിയിലൊക്കെ ഒന്ന് തടവിയിട്ട് ഉറങ്ങിയോ, അല്ലെങ്കിൽ നമ്മൾ വെള്ളം കൊടുക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ബ്രഷ് ചെയ്യിപ്പിക്കാനാണെങ്കിലും ഒക്കെ ഒരു ഇത്തിരി സമയം നമ്മൾ അവരോട് സംസാരിച്ചതിന് ശേഷം മാത്രം നമ്മളതൊക്കെ മാറും. പിന്നെ ഇത്തരം ആൾക്കാരെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ ഒത്തിരി ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യണം. ചിലപ്പോൾ നമ്മൾ അവരുടെ വായില് ബ്രഷ് കാര്യങ്ങളൊക്കെ കൊള്ളുമ്പോഴത്തേക്കും ചിലപ്പം ചിലർക്ക് വേദനിക്കുമായിരിക്കും. അപ്പം ശരിക്കും ഉപ്പും നാരങ്ങാനീരും ഉപയോഗിച്ച് അല്ലെങ്കിൽ നാരങ്ങാനീര് തന്നെ ഉപയോഗിച്ചാണെങ്കിലും അവരുടെ വായൊന്ന് ക്ലീൻ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതൊരു നല്ലൊരു കംഫർട്ട് ആയിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴാണോ ദേഹം തുടയ്ക്കുന്നത് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ദേഹമൊക്കെ തുടച്ച് നമ്മൾ അവരെ വൃത്തിയാക്കി ഡ്രസ്സൊക്കെ മാറ്റി ഇടും. പക്ഷെ ഇതില് നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും നമ്മുടെ ഇതുപോലെ ഒരു ബെഡ്റിഡൻ ആയിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ബായ്ക്ക് നമ്മുടെ എന്താ ബട്ടക്സിന്റെ ഭാഗവും അല്ലെങ്കിൽ നമ്മുടെ സ്കാപ്പുലയുടെ ഭാഗവും ഒക്കെ പൊട്ടാതെ ഒന്ന് ശ്രമിക്കണം. അപ്പം 2 മണിക്കൂർ ഇടവിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള 2 തലയണ ഉപയോഗിച്ച് ചെരിച്ച് കിടത്തുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ബെഡ്റിഡൺ ആണെങ്കിൽ 2 മണിക്കൂർ ഇടവിട്ട് നന്നായിട്ട് തലയണ ബാക്കിൽ വെച്ച് 2 മണിക്കൂർ ഇടവിട്ട് 2 സൈഡിലേക്ക്. ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ തന്നെയൊക്കെ ആയിരിക്കും ചിലപ്പം കെയർ ചെയ്യേണ്ടത്. അപ്പം തന്നെ കെയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ ഇവരെ കുളിപ്പിക്കും അല്ലെങ്കിൽ എങ്ങനെ ഇവരുടെ ബെഡ്ഷീറ്റ് മാറ്റും എന്നൊക്കെ നമ്മൾ ഓർക്കും. അപ്പം ശരിക്കും എളുപ്പത്തിനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ ഒരു സൈഡിലേക്ക് ചെരിച്ച് കിടത്തുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു സൈഡിൽ നിന്നും ബെഡ്ഷീറ്റ് ആ ഭാഗം വിരിച്ചിട്ട് ഇവരെ ചെരിച്ച് കിടത്തേക്കുന്ന ഭാഗത്തിലേക്കുള്ള ഷീറ്റിന്റെ തുണി ഇവരുടെ അടിയിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ എതിർ സൈഡിൽ വന്ന് ഇവരെ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആ ഷീറ്റ് അങ്ങോട്ട് മാറ്റിയിട്ടാൽ നല്ല രീതിയിൽ നമുക്ക് വിരിക്കാൻ സാധിക്കും. പിന്നെ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുഡ് ചിലർക്ക് ചിലപ്പം റൈസ് ടു ഫീഡ് ആയിരിക്കും, ചിലർക്ക് വെള്ളമായിട്ടുള്ള ഭക്ഷണമായിരിക്കും കൊടുക്കേണ്ടത്, ചിലരല്ലാതെ നോർമൽ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കും. അപ്പം ഈ വെള്ളമായിട്ടുള്ള ഭക്ഷണമൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തലയുടെ ഭാഗം ഒരു അല്പം പൊക്കി വെച്ച് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ ആസ്പിറേഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ ഇവരുടെ കാലിനും കൈക്കും ഒക്കെ നമ്മൾ എക്സർസൈസ് ഒക്കെ ഒന്ന് കൊടുത്താൽ ആ കൺട്രാക്ചർ അല്ലെങ്കിൽ ഈ ജോയിന്റ്സ് സ്റ്റിഫ് ആകുന്നത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ നമ്മളൊരു കെയർ ഒക്കെ കൊടുത്ത് ഇവരുടെ കൂടെ ഒരു 5-10 മിനിറ്റ് ഒക്കെ നമ്മളൊന്ന് ഇരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഒരു സന്തോഷം ലഭിക്കും. ഇനി അഥവാ നമ്മുടെ അടുത്തു നിന്നും പോയാൽ പോലും ഞാൻ എൻ്റെ പേരൻസിനെ കെയർ ചെയ്തല്ലോ എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി നമുക്ക് ജീവിക്കാൻ പറ്റും. ഇനി അഥവാ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതകാലം മുഴുവനും അതൊരു കുറ്റബോധമായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മുടെ പേരൻസിനെ നോക്കുക അല്ലെങ്കിൽ പ്രായമായവരെ നോക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് എന്ന് തന്നെ നമ്മൾ വിചാരിച്ചുകൊണ്ട് നമ്മളത് ചെയ്താൽ. ചോദിക്കാനുള്ള ചോദ്യം എന്താ? പ്രായമായ പേരൻസും ആൾക്കാർ. ഹലോ ഹലോ ഹലോ, പറഞ്ഞോളൂ മാം. ഹലോ. ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് ഹലോ, ആവുന്നുണ്ട്. പറഞ്ഞോളൂ കേൾക്കാമോ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. നമ്മുടെ വീടുകളില് പേരൻസ് ഉണ്ടോ? പ്രായമായവര് പേരൻസ് ഉണ്ട്. പ്രായമായിട്ട് കിടക്കുന്ന പേരൻസ് ഉണ്ടോ? ഇല്ല, അങ്ങനെ കിടക്കുന്നവരൊന്നുമില്ല. ഹലോ, കിടക്കുന്നവരില്ല. ഓക്കെ ഓക്കെ. ശരിക്കും കിടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് എത്ര സമയം ചെലവഴിക്കുന്നുണ്ടെന്നും അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒക്കെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ
നമ്മൾ എങ്ങനെയാണോ, നമ്മളിപ്പം ചിന്തിക്കത്തില്ലേ, നമ്മളൊരു കുറച്ച് കഴിയുമ്പം പ്രായമാകും. അപ്പം നമ്മൾ പ്രായമാകുമ്പം നമ്മുടെ കുട്ടികൾ എങ്ങനെ വാർദ്ധക്യത്തിൽ നമ്മളെ പരിചരിക്കണം എന്ന്, അവര് പരിചരിക്കണം നമ്മളൊന്നും ഇപ്പൊ ആഗ്രഹിക്കുന്നില്ലെന്ന് നമ്മൾ പറയും, എങ്കിൽ പോലും നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അപ്പം എന്ന് പറഞ്ഞ രീതിയിൽ നാം ഇപ്പം നമ്മുടെ പേരൻസിനെ കെയർ ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഒത്തിരി സ്ട്രെസ് ഉള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞാലും നമുക്കത് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അപ്പം നമ്മൾ അതിനെ മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്ത് 100% ആത്മാർത്ഥത പുലർത്തി സന്തോഷത്തോടു കൂടി ചെയ്താൽ അവർക്കും സന്തോഷമാവും, നമുക്കും സന്തോഷമാവും തീർച്ചയായിട്ടും. അപ്പം നമുക്ക് നമ്മുടെ പേരൻസിനെ ഒക്കെ നോക്കാനുള്ള ആ ഒരു ശക്തിയും കരുത്തുമൊക്കെ ജഗദീശ്വരൻ നമുക്ക് തരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയുക. ഓക്കെ, താങ്ക് യു. ചെയ്യാം. ഇന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നാളെ നമുക്ക് ഇത് കിട്ടുകയുള്ളൂ എന്നുള്ള നമ്മളെ നല്ലൊരു ധാരണ നമുക്ക് വേണം. എന്ന് പറഞ്ഞാൽ പ്രായമായ അച്ഛനും അമ്മയും വീട്ടിലുണ്ടെങ്കിൽ അവരെ നമ്മൾ വേണ്ട രീതിയിൽ ശുശ്രൂഷിച്ച് വിട്ടാൽ നമ്മളെയും അതുപോലെ ശുശ്രൂഷിക്കും എന്നുള്ള ഒരു ഇത് കൺസെപ്റ്റ് ഉണ്ട്. നമ്മള് അവരെ നോക്കാതിരുന്നെങ്കിൽ നമുക്കും അത് തന്നെയാണ് ഗതി, അത് വിചാരിക്കണം. എന്തായാലും നല്ല ക്ലാസ് മാഡം. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഷീലാമേ. നല്ലൊരു ടോപ്പിക് ആയിരുന്നു. സാറേ, നമ്മള് കാണുന്നതാണല്ലോ. അതെ, നല്ല സ്ട്രെസ്ഫുൾ പറഞ്ഞോളൂ സാർ. ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ക്ഷമ വേണ്ട ഒരു ജോലിയല്ല, ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പം അത്യാവശ്യം നമുക്ക് നല്ല ക്ഷമയോട് കൂടെ എല്ലാവരുടെ കാര്യങ്ങള്, നേരത്തെ കോമളവല്ലി മാം പറഞ്ഞ പോലെ ഒരു സമയത്ത് നമ്മളും ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് ഓർത്തുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ ഈ മാം പറഞ്ഞ ഒരു കാര്യം, എപ്പോഴും ഒരാൾ തന്നെ ഇത് ചെയ്യുമ്പം ആ ആൾക്കും ഇത് ഭയങ്കര സ്ട്രെസ് ആയിട്ട് മാറും. അപ്പം വീട്ടിലുള്ള മറ്റുള്ളവരും അത് മനസ്സിലാക്കി കണ്ടറിഞ്ഞ്, പ്രത്യേകിച്ച് ഞാൻ ചില വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ചില സ്ത്രീകൾ മാത്രമായിരിക്കും അവിടുത്തെ അച്ഛനമ്മയും നോക്കുന്നത്. അവർക്ക് എവിടെയും പോകാനും പറ്റില്ല, ഫുൾ ടൈം വീട്ടിൽ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അത് വീട്ടിലുള്ള മറ്റുള്ളവർ കണ്ടറിഞ്ഞ് അതിനു വേണ്ട സപ്പോർട്ടൊക്കെ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. എന്തായാലും നല്ല ഒരു ടോപ്പിക് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സാർ. ഷീല മേഡം, പ്രായമായവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞോളൂ. അത്തരം ഇത്തരം ക്ലാസ് വ്യത്യസ്തമാണ്. പ്രായമായവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ എന്താ പറയുക ക്ലാസ്സുകളായിട്ട്. അപ്പോൾ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള, പിന്നെ ഈ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് കൂടുതലും ചെറിയ കുഞ്ഞുങ്ങളോടുള്ള അവർ കളിക്കുന്നതും അവരുടെ ആ ഒരു സാമീപ്യമൊക്കെയാണ് കൂടുതലായിട്ട് എന്താ പറയണ്ട നല്ല സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങള്. പിന്നെ വേറെ എന്ന് വെച്ചാല് ഈ വീട്ടിൽ ഇപ്പോ ഈ അനാവശ്യമായിട്ട് പോയി ഒച്ചപ്പാട് ബഹളം അതൊക്കെ അവർക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതകളാണ് ഓൾറെഡി. എന്താ പറയണ്ടേ, കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നൊന്നും വലിയ പ്രശ്നമല്ല. പിന്നെ തമ്മിലുള്ള ചെറിയ എന്താ പറയണ്ടേ ഉണ്ടാവല്ലോ, വീട്ടിലുള്ള ചെറിയ സംഘർഷങ്ങളോ അല്ലെങ്കിൽ എന്താ പറയണ്ട ഒച്ചപ്പാടുകൾ ഉണ്ടാവല്ലോ, ദേഷ്യത്തോടെ പറയുക, അതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കും, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ മേഡം പറഞ്ഞ പോലെ കുറച്ച് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് നല്ല കാറ്റൊക്കെ കൊള്ളുക, നല്ല ഓക്സിജൻ. എന്നുവെച്ചാൽ നമ്മൾ വീട്ടിൽ പ്രായമുള്ളവർ വീട്ടിൽ അസുഖം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് കൂടുതൽ അവര് എന്താ പറയണ്ട, നമ്മളും അങ്ങനെയാണ് ചെയ്യാറ്. പുറത്ത് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടോ എന്തൊക്കെയോ അസ്വസ്ഥങ്ങൾ കാണിക്കുന്നുണ്ട് മറ്റുള്ളവര്. അപ്പൊ നല്ലൊരു ഓക്സിജൻ അങ്ങനെയുള്ള ഇത് ഇങ്ങനെ പറഞ്ഞ മരങ്ങള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെടികള് പൂക്കള് അത് അങ്ങനെയൊക്കെ എന്തെങ്കിലും വീട്ടിലെ കൊച്ചു ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയണ്ട മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കാണിക്കുമ്പോൾ മനസ്സിന് നല്ലൊരു കുളിർമയും നല്ല, പിന്നെ നന്നായിട്ട് കുളിപ്പിക്കാൻ എന്താ പറയണ്ട, ഇത് അവർക്കുള്ള ഈ ആങ്സൈറ്റിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ല ഇത് തലയിൽ നല്ല രീതിയിൽ ആ ഒരു കുളീൻ്റെ ആ വെള്ളം ഇതാക്കുമ്പോൾ കുറച്ച് തണുത്ത വെള്ളമൊക്കെ ആകുമ്പോൾ കുറച്ച് നല്ലൊരു സമാധാനവും കുറച്ച് സന്തോഷമൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ് മാഡം. നല്ല ടോപ്പിക്. എനക്കും അത് പ്രായമുള്ളവരോടും ചെറിയ കുട്ടികളോട് എനക്കും കൂടുതൽ ഇഷ്ടമാണ് ഓൾറെഡി. അവരുടെ കിട്ടുന്ന സ്നേഹം നല്ല നിഷ്കളങ്കമായ സ്നേഹം. അതെ, നമ്മള്
ഇപ്പൊ നമ്മളൊരു ഔട്ടിങ്ങിന് പോകുന്ന, അല്ലെ നമ്മളൊരു ടൂറിന് പോകുമ്പോ ശ്രദ്ധിച്ചേ, നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ എത്ര പ്രായമായവരെ അവര് വീൽ ചെയറെ കൊണ്ടുവരുന്നു. നമ്മുടെ അതെ. നാട്ടിൽ നിന്ന് നമ്മൾ വീൽ ചെയറിൽ എത്ര പേരെ കൊണ്ടുപോകുന്നുണ്ടോ ഒന്ന് ചിന്തിച്ചേ. അതെ അതെ. നമുക്കതൊക്കെ ഒരു ബർഡൻ ആയിട്ടാ തോന്നുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരതൊക്കെ, ഈവൻ നമ്മുടെ നോർത്ത് ഇന്ത്യൻസ്, ഫോറിനേഴ്സിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മളതെന്തോ ഒരു ഷെയിം പോലെയൊക്കെ എന്ന് പറയേണ്ട ചിലർക്കൊക്കെ എന്ന് പറയേണ്ട മനസ്സിലുള്ളത് ഓൾറെഡി. പിന്നെ എന്താ പറയണ്ട, അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് ഓൾറെഡി. അപ്പൊ ഇതിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാം എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു കല്യാണം കഴിഞ്ഞ നമ്മളെ പരിചയത്തിലുള്ള ഒരു പയ്യൻ തന്നെയാണ് ഓൾറെഡി. അപ്പൊ കല്യാണം കഴിഞ്ഞ എന്തോ സിനിമക്കാറ്റ പോവാണ്, അങ്ങനത്തെ രീതിയിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ സിനിമക്ക് പോകണം. അപ്പോ അതിന്റെ ഇടയിൽ ഇപ്പോ അമ്മ മാത്രമേ ആ വീട്ടിലുള്ളൂ. അപ്പോ എന്താ ചെയ്യേണ്ടത്, അമ്മേനെ എന്ത് ചെയ്യണം എന്ന് വേണ്ടിയിട്ട് അവളൊരു സംസാരം വന്ന്, അത് അമ്മ കേട്ട്. അപ്പൊ അമ്മക്ക് ഭയങ്കരമായിട്ട് അമ്മയോടൊത്ത് സിനിമക്ക് പോകുന്നുണ്ട്, എന്താണ് അവിടെ കുഴപ്പം, എന്തൊക്കെയോ കുഴപ്പമില്ല, അവർക്ക് ആ ഒരു മനസ്സ് വന്നിട്ടില്ല, അതല്ലേ ആ വിഷയം. അല്ല, അത് പറയണ്ടായിരുന്നു. അത് പറഞ്ഞതാണ് എന്താ പറയണ്ടേ, അവർക്ക് എവിടെയെങ്കിലും പോവാ, വേറെ എവിടെയെങ്കിലും പോന്നാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പോവായിരുന്നു. അത് കേൾക്കുമ്പോ അമ്മക്ക് ഉണ്ടാകുന്ന വല്ലാത്ത, ഇത്രയും ഏറ്റവും കൊച്ചുമകനാ അത്, ഏറ്റവും ഇളയ മകൻ, കൂടുതൽ എന്ന് പറയേണ്ട സ്നേഹവും ഇതാക്കി കിട്ടും, നമ്മൾ കാണുന്നുണ്ട് അത്. അപ്പോ എന്നിട്ട് അതൊരു അവസാനം കല്യാണം കഴിയുമ്പോ പെട്ടെന്ന് ഒരു ഒറ്റപ്പെടുന്ന പോലെ ഒരു മനസ്സിന്റെ എത്ര വിഷമം നോക്കിയാട്ടെ. അപ്പൊ അത് സിനിമ കാണാൻ പോകുന്നത് പറയണ്ടേ, വേറെ എവിടെയെങ്കിലും പോകുന്നത് പറഞ്ഞാൽ മതിയായിരുന്നു. അല്ല, ഇങ്ങനെ ഒരു സംഭവം, അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വല്ലാത്ത അവര് ആ ഒരു മനോവേദന നമുക്ക് അവർക്ക് സഹിക്കാൻ പറ്റാത്തത് അപ്പുറമാണ്. അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പുറത്തേക്ക് പോവാ അല്ലെ വേറെ എന്തൊക്കെ ചെയ്യാ. ഇപ്പൊ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഒന്നും പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒന്നും ഓരോ പറ്റത്തില്ല കാര്യങ്ങളുണ്ട്. സാറേ. പിന്നെ എന്താന്ന് വെച്ചാൽ, അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇതൊന്നും വേണ്ട. ഞാനൊക്കെ പ്രായമായതാ കേട്ടോ. ചെറിയ ആൾക്കാരൊക്കെ ഈവൻ അവരുടെ മക്കൾ വളർന്നു വരുമ്പോൾ എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു വാക്കോ അല്ലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തത് എന്തെങ്കിലും അവരുടെ വായിന്ന് കേട്ടാൽ നമ്മുടെ കണ്ണ് നിറയാറുണ്ടോ? നമുക്ക് ഫീലിംഗ് ആയിപ്പോയി. അപ്പൊ ആ പേരൻസിന്റെ ഫീലിംഗ് എന്താണെന്ന് വിചാരിച്ചേ. നമ്മുടെ മക്കള് നമ്മളോട് എന്തെങ്കിലും മോശമായിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇതിലിരിക്കുന്ന ഓരോ പേരൻസിന്റെയും കണ്ണ് നിറയും. എനിക്ക് 100% ഉറപ്പാ. അപ്പോൾ നമ്മൾ നമ്മുടെ പേരൻസിനോട് എന്തെങ്കിലും ചെയ്യുവോ, ഇതേമാതിരിയൊക്കെയുള്ള പ്രവൃത്തികൾ ഉണ്ടായാൽ അവർക്ക് എന്തോരം മനസ്സ് വേദനിക്കുമായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ അവരുടെ മനസ്സ് വേദനിപ്പിക്കാതെ നോക്കുക, അവരുടെ കണ്ണ് നിറയ്ക്കാതെ നമ്മൾ നോക്കുക. അതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത്. പക്ഷെ മേഡം, ഇതിപ്പോ ഒരാൾക്കും അങ്ങനെ ജീവിതത്തെ പറ്റി വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടില്ല, അങ്ങനെ പഠിക്കുന്നില്ല. എന്താണ് നമ്മള് എന്താ പറയണ്ട, മാതാപിതാക്കളോട് ഓരോ സമയത്ത് പെരുമാറേണ്ടത്, എങ്ങനെയൊക്കെ അവരെ എന്താ പറയണ്ട സന്തോഷം എന്താ പറയണ്ട അങ്ങനെ ഇല്ലാതായി പോകും. ഇതൊക്കെ എന്താ പറയണ്ട ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ജീവിതമായിട്ടുള്ള ഒരുപാട് അറിവുകൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന, അങ്ങനെ PhD അങ്ങനെയൊക്കെ PG ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ജീവിതത്തിലുള്ള കുറെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സ്നേഹം, മറ്റുള്ള കാര്യങ്ങൾ, ഒരുപാട് ശത്രുത ഉണ്ടാക്കുന്ന സംഭവങ്ങൾ, അങ്ങനെയൊക്കെ എന്താ പറയണ്ടേ നമുക്ക് പഠിപ്പിച്ചു തരാൻ ആരുമില്ല. വളരെ കുറച്ച് ആരെയൊക്കെ നല്ല ഉപദേശമായിട്ടുള്ള ആളുണ്ടാവുന്ന, അറിവുള്ള, അത് വളരെ കുറവാണ്. സ്കൂൾ ലെവലിലൊന്നും ഇല്ല കാര്യങ്ങൾ. അങ്ങനെ പല കാര്യങ്ങൾക്കും എന്താ പറയണ്ട, അങ്ങനെ ഒരു കാര്യം ജീവിതത്തിലുള്ള ആയതായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടി ഇതിൽ ആഡ് ചെയ്യണം. സ്കൂൾ തരത്തിൽ മുതൽ അങ്ങോട്ടേക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇപ്പം മാരേജ് കഴിഞ്ഞ ഭാര്യ ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ അമ്മായി അമ്മ തമ്മിൽ, അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഒരുപാട് സ്നേഹം വികസിക്കുകയും വിഘടിക്കുകയും ചെയ്യുന്നുണ്ട് ഓരോരോ തലങ്ങളിൽ. നമ്മുടെ ഉള്ളിലുള്ളത് ഓരോന്ന് ഷെയർ ചെയ്യപ്പെടുമ്പോൾ നമ്മളിത് കുറഞ്ഞു 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 പോകും. എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം കൂടി എല്ലാത്തിനും ആഡ് ചെയ്യണം. പ്ലസ് ലൈഫ് നോളജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. സാറേ, എത്ര അറിവിട്ടും ഒരു കാര്യമില്ല, നമുക്ക് അതിനൊരു മനസ്സും കൂടി വേണം. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക, യാതൊന്നും പ്രതീക്ഷിക്കണ്ട. അവർക്ക് തിരക്കാണ്, അവരുടെ ജീവിതം ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിക്കാതിരുന്നാൽ നമുക്ക് അതിന് വിഷമം ഉണ്ടാവില്ല. നമ്മൾ വളരെ കൂടുതൽ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒത്തിരി പ്രയാസം ഉണ്ടാവും. നമ്മളൊന്നും പ്രതീക്ഷിക്കാതിരുന്ന പിന്നെ കിട്ടുന്നതിൽ നമുക്ക് സന്തോഷിക്കേണ്ടിയിരിക്കും. അതാണ് വേണ്ടത്. അത് ഒരാൾക്ക് വരുവാണല്ലോ. അതെ അതെ, ആ അറിവ് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതും ബാലൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്രായമായുള്ള ആൾക്ക് എങ്ങനെയൊക്കെയാണ് ജീവിതത്തിന്, ഇതത്തെ ലോകത്തിന്റെ ക്രമം അങ്ങനെയൊക്കെയാണെന്നുള്ള മനസ്സിലാക്കി അതും കുറെ കുറക്കാൻ പറ്റും. അങ്ങനെ ഉള്ള ഒരു ബാലൻസ് സിസ്റ്റം ടോട്ടലി എല്ലാവർക്കും ഉണ്ടാവണം. ഓക്കെ.
ഒരുപാട് സംസാരിച്ച് ഓക്കെ ഒരുപാട് ഓക്കെ ലേറ്റായി. മറ്റുള്ളവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണ്ട, ജോലി മറ്റുള്ള കുട്ടികൾക്കൊക്കെ എന്താ പറയണ്ടതൊക്കെ കാര്യങ്ങൾ ചെയ്ത് റെഡിയാക്കാൻ മൺഡേ അല്ലേ. അപ്പം എന്താ അതെ പറയണ്ട. അതെ ഓക്കെ താങ്ക് യു വെരി മച്ച്. നമുക്ക് ഓക്കെ ക്ലോസ് ചെയ്യാം. ഓക്കെ താങ്ക് യു ഗുഡ് സാർ, മോർണിംഗ് താങ്ക് മാം. യു വെരി മച്ച്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല ഗുഡ് അടിപൊളി മോർണിംഗ്. സെഷൻ ആയിരുന്നു. നമ്മളിന്ന് ലൈഫിൽ ടോട്ടലി കണ്ടുവരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതായത് നമ്മള് നമ്മളുടെ അച്ഛനമ്മമാരുടെ മക്കളായിട്ട് വരുന്നു, വളരുന്നു, അവർ നമ്മളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നു. നമുക്ക് നമ്മളെ കല്യാണം കഴിപ്പിച്ച് നമുക്ക് മക്കളാകുമ്പോ നമ്മള് ഇവരെക്കാൾ കൂടുതൽ കെയറിങ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. എന്നിട്ട് അവർക്ക് വേണ്ടി നമ്മളുടെ ലൈഫ് അങ്ങോട്ട് കൊടുക്കുക, നമ്മുടെ മക്കൾക്ക് വേണ്ടി ആ ലൈഫ് കൊടുക്കുക. അതില് പേരൻസിനെ അങ്ങോട്ട് പരിഗണനയിൽ കൊണ്ടുവരുന്ന പോലും ഇല്ല. ഇന്ന് പൊതുവെ വിദ്യാഭ്യാസ ടെക്നോളജി മൊത്തം നല്ല നല്ല ജോലികള് ഹൈ പൊസിഷനിലായവരുടെ കാര്യം കൂടി ഇങ്ങനെ തന്നെ പോണത്. അവര് മക്കൾക്ക് വേണ്ടി അവരുടെ ലൈഫ് ഇവര് ചോദിക്കുമ്പോ തന്നെ ഭാര്യക്ക് മക്കൾക്ക് വേണ്ടി എന്നുള്ളൊരു ടോക്ക് തന്നെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലുണ്ടാവണമെന്ന് വെച്ചാല് ഇത് കണ്ടിട്ടാണ് ഈ മക്കളും വളരുന്നത്. അതായത് പേരൻസിനെ ഇവര് കെയർ ചെയ്യണത് കണ്ടു വളരുന്ന മക്കളാണെങ്കിലാണ് നമ്മളെയും ഇതുപോലെ തന്നെ കെയർ ചെയ്ത് മുന്നോട്ട് വരുള്ളൂ. ഇതൊന്നും നമ്മള് കാണുന്നില്ല. ഇത് കെയർ ഒരു കൊടുക്കണം. ഇതിലൂടെ നമ്മള് കെയർ കൊടുത്ത് മുടങ്ങാണ് അവരെ ശരിക്കും കാണിക്കണം. ഉണ്ടാവണത്. അങ്ങനെ അതെ, നമ്മ ഇവരെ കെയർ ചെയ്ത് കൊണ്ടുവരുന്നത് ഈ മക്കള് കണ്ടു വളർന്നാലാണ് നമ്മളെയും ഇതുപോലെ കെയർ ചെയ്ത് അവര് കൊണ്ടുവരുള്ളൂ. അതാണ് അതെ വലിയ അതെ, ശരി. അത് നല്ലൊരു കാര്യം. അതെ അതെ. അതൊരു ഇനി കറക്റ്റ് ആണ്. നല്ലൊരു സെഷൻ ആയിരുന്നു. എന്തായാലും താങ്ക് യു മാം. താങ്ക് യു സർ. ഇത് പറഞ്ഞത് നല്ല പെർഫെക്റ്റ് നോളജ് ആണ്. അത് കറക്റ്റ് ആയിട്ട് മറ്റുള്ളവർ കാണുമ്പോൾ, കുട്ടികൾ കാണുമ്പോൾ അതേ രീതിയിൽ അവരും മനസ്സും എന്ന് പറയേണ്ട എല്ലാവരും ആ രീതിയിൽ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവും ഓൾറെഡി. ഇപ്പം മക്കള് വിദേശത്താണല്ലേ, മക്കള് വേറെയാണ് താമസിക്കുന്നത് എങ്കിലും നമ്മുടെ പേരൻസ് അവരിൽ നിന്ന് ഒരു കോളായിരിക്കും പ്രതീക്ഷിക്കുന്നത്. അത് നമ്മൾ ദിവസം അവർക്കൊന്ന് ചെയ്യാറുണ്ടോ? ഇത് തന്നെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഒരു കോള്, അത് മാത്രം മതി. ചിലപ്പോ അതായിരിക്കും അവര് പ്രതീക്ഷിക്കുന്നത്. അതിനുപോലും നമുക്ക് ടൈം ഇല്ലല്ലോ ഇപ്പൊ. അതല്ലേ വിഷയം. ടൈം ഇല്ലാത്തതൊന്നല്ല മേഡം, നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കാത്തതാണ് പ്രശ്നം. ഒരുപാട് അതെ ടൈമുകൾ അതെ ശരി. അതാണ്. പ്രാധാന്യം കൊടുക്കാത്തതാ, ശരിയാണ് സാറേ. വാല്യൂ കൊടുക്കുന്നില്ല, അത് തന്നെ. നമ്മൾ വാല്യൂ കൊടുക്കുന്നില്ല, അതാ. ഓക്കെ, നമുക്ക് നിർത്താം. മേഡം ഓക്കെ, ശരി എന്നാല് എല്ലാവർക്കും താങ്ക് യു ശില മാം. വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓക്കെ. ടോപ്പിക് ആയിരുന്നു കേട്ടോ. ഈ ഒരു ടോപ്പിക് ആരും നമ്മുടെ മോർണിംഗ് സർക്കിളിൽ എടുത്തിട്ടില്ല തോന്നുന്നുണ്ട്. പാരന്റ്സിന് കെയർ ചെയ്യേണ്ട. എനിക്ക് എന്തായാലും വെറൈറ്റിയാ നല്ല മാഡം മെസ്സേജ് ഇഷ്ടം. നല്ല മെസ്സേജ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ, താങ്ക് യു. മീറ്റിംഗിൽ പങ്കെടുത്ത മറ്റു പലരും നല്ല നല്ല മെസ്സേജുകൾ തന്നിട്ടുണ്ട്. മേഡം പറഞ്ഞത് കൂടാണ്ട് എന്ന് പറയേണ്ട ഓരോരോ അറിവുകൾ, ഓരോരോ കാര്യങ്ങൾ, അതും വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ എല്ലാവർക്കും, മീറ്റിംഗിൽ പങ്കെടുത്ത ആൾക്കും ഷീല മേഡത്തിനും വിൻബിൾ ടീമിനും എല്ലാം നന്ദി, സന്തോഷം, സ്നേഹം. താങ്ക് യു സർ. താങ്ക് യു സർ, താങ്ക് യു.